കൊല്ലം തോട് നവീകരണത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ തെരുവിൽ സുരക്ഷിതത്വമൊന്നുമില്ലാതെ കഴിയാൻ തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞു. വീട് നഷ്ടപ്പെട്ട് പോകാനിടമില്ലാത്ത 10ഓളം കുടുംബങ്ങളാണ് മാസങ്ങളായി തെരുവിൽ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകി അധികാരികൾ ആരും ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. മുണ്ടക്കൽ സ്വദേശികളായ തോടിന് ഇരുവശവും താമസിച്ചിരുന്ന 35 കുടുംബങ്ങളെയാണ് കൊല്ലം തോടിന്റെ നവീകരണത്തിനായി കുടിയൊഴിപ്പിച്ചത്. വീട് നഷ്ടപ്പെട്ട് മാസങ്ങളായിട്ടും പോകാൻ മറ്റൊരിടമില്ലാത്ത 10ഓളം കുടുംബങ്ങളാണ് റോഡിന് ഇരുവശവും ഷെഡ് കെട്ടി കഴിയുന്നത്. മഴയായാലും വെയിലായാലും സുരക്ഷിതത്വം ഒന്നുമില്ലാതെ താൽക്കാലിക ഷെഡുകളിൽ തന്നെ ഇവർ കഴിയണം. തെരഞ്ഞെടുപ്പിന് ശേഷം പരിഹാരം കാണാമെന്ന് വാഗ്ദാനം ചെയ്ത് വോട്ടു നേടിപ്പോയവരെ പിന്നീട് ഈ വഴിക്ക് പോലും കണ്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പൊ ജയിച്ച് ഒരാഴ്ച വരെ ആവാൻ പോകുന്നു. എല്ലാവരും സ്ഥാനം വെക്കാൻ തുടങ്ങിയിട്ട് ഒരു ചൂടുമില്ല, ഒരു വേവുമില്ല. സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ പോലും. ഞങ്ങൾക്ക് പഠിക്കാൻ പോലും നല്ല രീതിയിൽ പോകാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. വീട് നഷ്ടപ്പെട്ടവർക്ക് ഫ്ളാറ്റ് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ളവർ മാത്രം ഫ്ളാറ്റുകൾ നേടിയെടുത്തെന്നാണ് ഇവർ പറയുന്നത്. സുരക്ഷിതത്വം ഒന്നുമില്ലാതെ റോഡരികിൽ തന്നെ കഞ്ഞിവെച്ച് എത്ര കാലം കഴിയണമെന്നറിയാതെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ. റിപ്പോർട്ടർ, കൊല്ലം.